We are going on a trip. പെട്ടി പാക്കിങ് കഴിഞ്ഞു, പെട്ടി ഇറക്കി കഴിഞ്ഞു, ആൾക്കാരും ഇറങ്ങി. പിന്നെ റീലെടുക്കലായി, ഫോട്ടോ എടുക്കലായി, വണ്ടിയും വന്നു. സോ വി ആർ ഗോയിങ് ടു അടിച്ചു പൊളിക്കാം ഗായ്സ്. A few moments later. ഒരുറക്കം കഴിഞ്ഞാണ് ഈ ചുടനെ അറിയുന്നോ ലൊക്കേഷൻ തപ്പാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ പോവേണ്ട സ്ഥലത്തിൻ്റെയാണെന്ന്. അല്ല, വിശന്നിട്ട് മെട്ടിയിലത് തപ്പുക. ബട്ട് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന പോലെ ലൊക്കേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്ലേസിലോട്ട് പോവാം. ഹിയർ ഈസ് അവർ ഫസ്റ്റ് സ്പോട്ട്, ഏര ഫോൾസ് വാട്ടർഫോൾസ്. പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകണ കണക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കാണാൻ തുടങ്ങി. അങ്ങനെ റൈസായി. ഞാൻ വിചാരിച്ചു ഞാനാ ഫസ്റ്റ് എത്തിയെന്ന്. ആക്ച്വലി ഞാൻ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അവരാരും ഓടിയിട്ടുണ്ടായില്ല. ഇറ്റ്സ് ഓക്കെ, ഐ എം ഫൈൻ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിലെത്തി. സ്റ്റെപ്പിൽ നിന്ന് ആസ്വദിച്ചു, ബ്രിഡ്ജിൽ നിന്ന് ആസ്വദിച്ചു, ദെൻ നടന്നു കൊണ്ടൊക്കെ ആസ്വദിച്ചു. പിന്നെ അവിടെയുള്ള എല്ലാ തെരുവീതികളിലും സഞ്ചരിച്ചു. അവസാനം റിനുൻ്റെ ലേസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സ്നേഹം കൊണ്ട് കെട്ടുവന്നു. അല്ല, ഓൺലി ഫോർ ക്യാമറ. ഇനി ഷൂ കൊണ്ടുള്ള പ്രഹസനം, പാറയിലിരുന്നുള്ള പ്രഹസനം, നിന്നുകൊണ്ടുള്ള പ്രഹസനം. പിന്നെ ഇവനെ കണ്ടപ്പോൾ ഒരു കാര്യം പൂർത്തിയായി. കുരങ്ങളിൽ നിന്നാണ് നമ്മൾ പരിണാമം സംഭവിച്ചതെന്ന്. എന്നെ കണ്ടപ്പോൾ പിന്നെയും പൂർത്തിയായി. അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു കാർ. ഇനി ഞങ്ങളുടെ അബ്ദു വണ്ടി കൊടുക്കാൻ പോകുന്നത്. ഇനി കുറച്ച് പ്രഹസനം കാണാം നമുക്ക്. അങ്ങനെ റിനു മെഗഡി കണ്ടെത്തി. പിന്നെ ഞങ്ങളെല്ലാം കൂടെ അൽത്തിയിൽ പോയി നൈറ്റ് ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തപ്പിയെടുക്കണം. ആക്ച്വലി വി ആർ സോ കൺഫ്യൂസ്ഡ്. എന്താ ഞങ്ങൾക്ക് ഉണ്ടാക്കണേന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോഴാണ് വിചാരിച്ച ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള സ്പൈസസും ഓണിയനും എല്ലാം തപ്പിയെടുക്കലായിരുന്നു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. എല്ലാം ഞങ്ങളങ്ങ് പറക്കിയെടുത്തു. പിന്നെ വന്നതും പോയതും നിന്നതും എല്ലാം തീറ്റൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് ആയതുകൊണ്ട് അതിനൊരു തർക്കമില്ല. അങ്ങനെ ഞങ്ങൾ കാറിലെത്തി. എനിക്ക് മറവിയുടെ അസുഖമുള്ളതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ മറന്നേ പോയി. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഈ കാണുന്ന പ്ലേസ് എത്തി. യു ക്യാൻ ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. ബൈ. സോ ഞങ്ങളുടെ സെക്കൻഡ് സ്പോട്ട് എത്തി. മൈ ഫേവറേറ്റ് സ്പോട്ട്. ആ കാണുന്ന മല ട്രക്ക് ചെയ്ത് കയറി നൈറ്റ് അവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്ത് ഫുഡ് വെച്ച് നാളെ മോർണിംഗ് ഇറങ്ങാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് ജേർണി ബ്രോ. ദെൻ ഒരു കാറ്റും മഴയും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കോട്ടിട്ട് മലമുകളിൽ കയറാൻ പോവുകയാണ്. നമുക്കിനി മലയുടെ മുകളിലെത്തിയിട്ട് കാണാം. How is it, guys? അങ്ങനെ ഞങ്ങൾ ടെൻ്റ് അടിക്കേണ്ട സ്പോട്ടിലെത്തി. കുറേ പേര് അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ടെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് അതിൻ്റെ ഉള്ളിലിരുന്ന് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ദ ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു അപ്പി ആൻഡ് അമ്മു. പിന്നെ ഇവർക്കെല്ലാം ഇരുന്ന് പാട്ടിട്ട് പ്രചോദനം നൽകിയ നമ്മുടെ അബ്ദുവിനൊരു ക്ലബ്. അങ്ങനെ ഞങ്ങൾ വിറക് കത്തിക്കലായി, തീ കത്തിക്കലായി, ചൂട് പിടിക്കലായി, കൈ ഉണക്കലായി, കാലുണക്കലായി. അങ്ങനെ ഞങ്ങൾ ഫുഡും ചൂടാക്കി കഴിക്കാൻ തുടങ്ങി. പിന്നെ ഫുഡിനും തല്ലായി. എനിക്ക് കുറച്ചിട്ടതാണോ? കൈട്ട് എനിക്കൊന്നും പ്രശ്നമില്ല. അല്ലല്ല, നീ എടുത്തോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ടെൻറ്റിൽ കയറി ഞങ്ങൾ ശേഷ സെറ്റ് ചെയ്തു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുറത്ത് നല്ല കാറ്റും മഴയും, അകത്താണെങ്കിൽ നല്ല ചൂടും. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന വർത്താനമൊക്കെ പറഞ്ഞ്. ആക്ച്വലി ഈ ട്രിപ്പിൻ്റെ ഒരു ഹാപ്പി മൊമെൻ്റ് എന്താണെന്നറിയോ? എല്ലാവരും ഒന്നിച്ചിരുന്ന് അന്ന് നടന്ന കാര്യങ്ങൾ നമ്മൾ വർത്താനം പറഞ്ഞ് എല്ലാ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു വല്ലാത്ത ഫീലാണ്. പിന്നെ എല്ലാവരും നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഉറങ്ങാൻ പോയി. ഇതാ ഞങ്ങൾ നൈറ്റ് ക്യാമ്പയിൻ ചെയ്ത സ്പോട്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ കണ്ണ് തുറക്കുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ, നമ്മുടെ മൈൻഡ് മൊത്തം റിഫ്രഷ് ആവും. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം കോട മൂടിയ മഞ്ഞും സൈഡിൽ കൂടെ ഒഴുകുന്ന അരുവിയും എന്ത് രസമല്ലേ.
ഇനി നമുക്ക് ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ അടിച്ചെടുപ്പിക്കാം, കാരണം നമുക്ക് ഒട്ടും ടൈമില്ല, നെക്സ്റ്റ് സ്പോട്ടിൽ പോകണം. അങ്ങനെ അവരെ എഴുപ്പിച്ച് ടെൻ്റൊക്കെ പൊളിച്ചിട്ടുള്ള മണിക്കൂറുകൾ താണ്ടി നമുക്ക് മല ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്ര ദൂരം വന്നിട്ട് മോർണിംഗ് വ്യൂ കാണാണ്ട് പോയാൽ ഭയങ്കര നഷ്ടമാണ്. ദുൽഖർ ഫിലിമിൽ പറഞ്ഞത് കേട്ടിട്ടില്ലേ, നമ്മൾ ഇത്ര ധൃതി പിടിച്ച് പോയിട്ട് എന്നാ കാട്ടാനാ, മൂപ്പർ ഇതൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്ക് എല്ലാം ആസ്വദിച്ചങ്ങ് പോവാടോ. പിന്നെ ടെൻ്റൊക്കെ പൊളിച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച നല്ല തണുത്ത വെള്ളം പാറയുടെ ഇടയിൽ കൂടെ ഒഴുകി വരുന്നതാണ് കണ്ടത്. പിന്നെ വെള്ളം കാണാത്ത പിള്ളേരെ കണക്ക് ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. വെള്ളത്തിൽ നിന്ന് കുളിക്കലായി, കളിക്കലായി, വെള്ളം തെറിപ്പിക്കലായി, പിന്നെ കുറച്ച് പട്ടിഷോയും കൂടെ കണ്ടില്ലേ. പിന്നെ അറിഞ്ചും പുറഞ്ചും വീഴ്ച, അവിടെ നിന്ന് വീഴുക, നിന്നുകൊണ്ട് വീഴുക, പാറയിൽ നിന്ന് വീഴുക, അങ്ങനെ കുറേ മനോഹരമായ കാഴ്ചകൾ. ഇത്ര അടിപൊളി വ്യൂ കിട്ടിയിട്ടും റീലെടുക്കാണ്ട് പോയാൽ റിഗ്രഷൻ അടിച്ച് മരിക്കും. പിന്നെ അതുകൊണ്ട് കുറച്ച് റീലെടുത്തതിന് ശേഷം എല്ലാവർക്കും വശം തുടങ്ങി. പിന്നെ നമ്മൾ പതുക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ എഗ്ഗ് ബോയിൽ ചെയ്തു, പക്ഷെ അത് കുറേ ടൈം എടുത്തു ബോയിലായി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അൽദീന്ന് വാങ്ങിച്ച ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ആക്കി. പിന്നെ 2 പാക്കറ്റ് മാഗി ഉണ്ടായിരുന്നത് കൊണ്ട് അതുണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു, സോ പോപ്കോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എല്ലാ സമയത്തും നമ്മുടെ കുക്കിംഗ് സ്കില്ല് വർക്ക് ആവണമെന്നില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, ഐ ആം ഫൈൻ. പക്ഷെ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ട് അത് അവരെ കൊണ്ട് തന്നെ തിരിച്ചു. ഞാൻ പോപ്കോൺ കഴിച്ച് അഡ്ജസ്റ്റ് ആക്കി. വിചാരിക്കും വീഡിയോ അവസാനിച്ചിട്ടുണ്ടെന്ന്, പക്ഷെ അവസാനിച്ചിട്ടില്ല. സെക്കൻഡ് പാർട്ട് വരുന്നതേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇനി കാണുന്നത് വരെ ബൈ.